ലോകത്തിലുള്ള ഒരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത അത്രയും ധന്യമായിട്ടുള്ള പൈതൃകമാണ് ഗ്രന്ഥരൂപത്തിൽ ഹിന്ദുക്കൾക്കുള്ളത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് നമുക്ക് തരാൻ കാരണം ഒരു ഗ്രന്ഥത്തിലൂടെ ഒരു മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. ഒരാചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ പ്രായോഗികമാവില്ല. ഒരു വിഷയമല്ല മാനവരാശിയിലെ വൈവിധ്യമാർന്ന ജനതയ്ക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ട് നമ്മുടെ പൂർവികർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ എഴുതി നമുക്ക് തന്ന് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നിങ്ങൾ ഏത് മണ്ഡലത്തിലാണോ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്, നിങ്ങൾക്ക് അനുയോജ്യമാം വിധത്തിൽ അവയെ ഉപയോഗിക്കാനായിട്ട് നമ്മളുടെ പൂർവികർ നമുക്ക് അവകാശം തന്നു, സ്വാതന്ത്ര്യം തന്നു. സാധാരണക്കാർക്ക് ജീവിതം ധന്യമാക്കാനായിട്ട് കഥകളിലൂടെ ജീവിത സന്ദേശം നൽകിയതാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അല്പം കൂടി നമ്മൾ വളർന്നാൽ കഥകളും അനുഭവങ്ങളും ചേർത്ത് കുറെ കൂടി ധന്യമായൊരു ജീവിതത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മഹാഭാരതം എന്ന 1,25,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം എഴുതിയത്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തിലൂടെ നമ്മുടെ പൂർവീകര് ഒരു ഐഡിയൽ ജീവിതം എന്താണെന്ന് താത്വികമായിട്ട് പഠിച്ചാൽ പോരാ, പ്രായോഗികമായിട്ട് പഠിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് 3 രാജവംശത്തിന്റെ ചരിത്രം കഥാരൂപത്തിൽ നമുക്ക് തന്നതാണ് വാൽമീകി മഹർഷി എഴുതി തന്ന വാൽമീകി രാമായണം. നമ്മൾ 4ാമത്തെ ലെവലിലേക്ക് എത്തണം എന്ന് നമ്മുടെ പൂർവീകര് ദർശിച്ചിരുന്നു. അവിടെ കഥകളുടെ ആവശ്യമില്ല, അവിടെ വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളുടെ ആവശ്യമില്ല. അവിടെ ആവശ്യമുള്ളത് ഉപദേശങ്ങൾ മാത്രമാണ്, നേരിട്ട് സന്ദേശങ്ങൾ നൽകുക. അതിനാണ് ഋഗ്വേദത്തിന്റെ 25 ശാഖകള്, യജുർവേദത്തിന്റെ 108 ശാഖകള്, സാമവേദത്തിന്റെ 1001 ശാഖകള്, അഥർവവേദത്തിന്റെ 52 ശാഖകളിലൂടെ നമുക്ക് ആയിരക്കണക്കിന് സന്ദേശങ്ങൾ വസ്തുതാപരമായിട്ട് വാക്കുകളിലൂടെ, വരികളിലൂടെ, ഋക്കുകളിലൂടെ, സൂക്തങ്ങളിലൂടെ നമുക്ക് തന്നു ജീവിതത്തെ ധന്യമാക്കാൻ. അവിടെ നിന്നും ഉയരണം. ജീവിത യാഥാർത്ഥ്യം എന്താ എന്നറിയാൻ 108 ഉപനിഷത്തുക്കൾ തന്നു. അതിലെ 18 ഉപനിഷത്തുക്കളാണ് ഉജ്ജ്വലമായിട്ടുള്ളത്. ലോകത്തിലെ ഒരു മതത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത അത്രയും ഉജ്ജ്വലമായ പൈതൃകത്തിന്റെ അവകാശികളാണ് ഹിന്ദുക്കൾ എന്ന് ഹിന്ദുക്കളെ അറിയിക്കണം. ഓരോ ഹിന്ദുവിനെയും ഇത് പഠിപ്പിക്കണം. മതപരിവർത്തനം ചെയ്തു പോകാൻ ഇറങ്ങുന്നവനെയും മതപരിവർത്തനം ചെയ്ത് അപ്പുറത്തേക്ക് പോയവനെയും ഈ മഹത്തായ ജീവിത സന്ദേശം അറിയിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇനിയും വൈകരുത്. നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയവര് അവർ ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു ശുദ്ധിയും വേണ്ട, ഒരു പുണ്യാഹവും വേണ്ട, ഒരു ഗണപതി ഹോമവും വേണ്ട. അവർ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഏത് വിഭാഗത്തിൽപ്പെടാനാണോ താല്പര്യം അവരെ ആ വിഭാഗത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനിയുള്ള ജീവിതം നമ്മളിൽ നിന്ന് അപ്പുറത്തേക്ക് പോയവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ലോക ജനത തന്നെത്താനെ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മളുടെ ഭാരതീയ ജനതയെ തിരിച്ച് നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ലോകം ഉപേക്ഷിച്ച ഗ്രന്ഥങ്ങളും ഉപേക്ഷിച്ച മതവും നമ്മുടെ ആൾക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് അവസാനിപ്പിച്ച് നമ്മുടെ ധർമ്മവും നമ്മുടെ സംസ്കാരവും ലോക ജനത സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജനതയ്ക്ക് കൂടി വിതരണം ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.